പിണറായി വിജയനോട് ജനങ്ങൾക്ക് ഒരു കാലത്തും വലിയ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല പുള്ളി, സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിയുമല്ല. കെ എം മാണി അഴിമതിക്കാരനായിരുന്നു, സംശയമൊന്നുമില്ല. പിന്നെ മാണി ഗ്രൂപ്പ് പോലത്തെ ഒരു പാർട്ടിയെ കൊണ്ടുനടക്കണമെങ്കിൽ അഴിമതി വേണമല്ലോ. അഴിമതി ഇല്ലാതെ ഇങ്ങനത്തെ പാർട്ടികൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. ബാലകൃഷ്ണപിള്ള സാർ എന്നോട് നേരിട്ട് പറഞ്ഞത്, എൻ്റെ ജയശങ്കർ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ രൂപ എത്ര വേണം? ഈ ശൈലജ ടീച്ചർക്ക് ഉണ്ട് എന്ന ആളുകൾ വിചാരിക്കുന്ന പല കഴിവുകളും യഥാർത്ഥത്തിലുള്ളവയല്ല. പിണറായി വിജയൻ 60 വയസ്സിൽ ഉണ്ടാക്കിയെടുത്ത ഒരു താല്പര്യവും ധാർഷ്ട്യവുമാണ് സ്വരാജ് 30 വയസ്സിലുണ്ടാക്കിയത്. കേരള രാഷ്ട്രീയത്തിൽ കുറേ കാലമായി താങ്കളിങ്ങനെ വളരെ വിശദമായി സംസാരിക്കുകയും തുടക്കകാലങ്ങളിൽ എനിക്കൊന്ന് ഇതിനേക്കാൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അതിനെ സമീപിക്കുന്ന ഒരു എഴുത്തും ഒക്കെ ഉണ്ടായിരുന്നു, പുസ്തകങ്ങളായിട്ടും ഒക്കെ. അപ്പോൾ ഇത്രയും കാലത്തെ ഒരു പരിചയം വെച്ച് ആരായിരിക്കും ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് തോന്നിയിട്ടുണ്ടാവും? അങ്ങനെ പറയാൻ പറ്റില്ല. മികച്ച മുഖ്യമന്ത്രി നമുക്ക് അച്യുത മേനോനെന്ന് പറയാം. ഞാൻ CPI കാരനായിട്ട് പറയുന്നതായിരിക്കും. അച്യുത മേനോൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, അച്യുത മേനോൻ ഈ ഘടകകക്ഷികളും അന്നും കേട്ടായിരുന്നു, ഇതിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അച്യുത മേനോൻ്റെ ഭരണകാലം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പറ്റില്ല. അത്രയും മോശപ്പെട്ട രീതിയിലാണ്, മോശപ്പെട്ട സാഹചര്യമാണ്. അത് വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയൊക്കെ വലിയ വാഴ്ത്തപ്പെട്ടവരാണ്. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പണ്ട് രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഭയങ്കര ദിവസേന കത്തിക്കുത്ത്, വെടിവെപ്പ്, ആസിഡ് ബൾബ് ആക്രമണം, ഇങ്ങനെയായിരുന്നു. ലാത്തി ചാർജ് ഇല്ലാത്ത ഒരു ദിവസമില്ല. ലാത്തി ചാർജ് ഇല്ലാത്ത ദിവസം വെടിവെപ്പായിരിക്കും. കോളേജിൽ കയറി കുട്ടികളെ തല്ലുന്ന കാലമാണ്. സെൻട്രൽ ബട്ടിലൊക്കെ കയറിയിട്ട് നിരന്തരം അടിയായിരുന്നു. MG കോളേജിൽ പോലീസുകാർ കോളേജിൽ കയറി പിള്ളേരെ, മാഷന്മാരെ വരെ തല്ലും. മാഷ ഏതാ കുട്ടിയാണെന്ന് അറിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാലമാണ് വെടിവെപ്പ്, കർഷക തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ, ഭയങ്കര ഈ അരാജകത്വം നിറഞ്ഞ സമയത്താണ്. അന്നാണ് അച്യുത മേനോൻ. പിന്നെ പുള്ളി ഭൂപരിഷ്കരണം നടപ്പാക്കി, ഒരുപാട് പുതിയ നിയമനിർമ്മാണങ്ങളുണ്ടാക്കി, പുതിയ സ്ഥാപനങ്ങളുണ്ടാക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അന്ന് പക്ഷേ മന്ത്രിമാരൊക്കെ പ്രഗത്ഭന്മാർ. കരുണാകരൻ ആഭ്യന്തര വകുപ്പിൽ, അതുപോലെ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ വകുപ്പിൽ, ബേബി ജോൺ റവന്യൂവിൽ, അങ്ങനെ ഒരുപാട് ഗംഭീരന്മാരായ മന്ത്രിമാർ, TK ദിവാകരനെ പോലെയൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ കിട്ടി. പിന്നെ പുള്ളി ഇവരെല്ലാവരും കൂട്ടി വയ്പ്പിച്ചു കൊണ്ടുപോയി. ആർക്കും ഒരു പരാതിക്കിടയില്ലാത്തത്. മാത്രമല്ല മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. ആറ്റിങ്ങൽ ഗോപാലനുള്ളതെന്ന് പറഞ്ഞ ഒരു MLA ആശ്രയിച്ചിട്ടാണ് മന്ത്രിസഭ മുന്നോട്ട് പോയിക്കൊണ്ടു എത്രയോ കാലം. അടിയന്തരാവസ്ഥ പറഞ്ഞിട്ട് തൊട്ട് മുമ്പ് മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നിശേഷമായിട്ട് നഷ്ടപ്പെട്ടു. ഭൂരിപക്ഷം ഇല്ലാണ്ടായിരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ അന്ന് വന്നില്ലെങ്കിൽ ഒരുപക്ഷെ മന്ത്രിസഭ വീണായിരുന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ അതിൽ കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇതിൻ്റെ അകത്ത് ഒന്നും നേടാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം, അതായിരുന്നു ഈ അച്യുതൻ്റെ ഒരു മേന്മ. പക്ഷേ കേരളത്തിലുണ്ടായ ഏറ്റവും നല്ല മന്ത്രിസഭ എൻ്റെ അഭിപ്രായത്തിൽ 87-ലെ നായനാരുടെ മന്ത്രിസഭയാണ്. അന്ന് EK നായനാർ, അത് വലിയ ടീമായിരുന്നു. EK നായനാർ മുഖ്യമന്ത്രി, പിന്നെ ഗൗരിയമ്മ, രാമകൃഷ്ണൻ CPM, അങ്ങനെ നല്ലൊരു ടീമുണ്ടായിരുന്നു. പിന്നെ CPIയിൽ നിന്ന് നമ്മുടെ ചന്ദ്രശേഖരൻ നായർ, PS ശ്രീനിവാസൻ റവന്യൂ വകുപ്പിൽ, അതുപോലെ ബേബി ജോൺ, ഇങ്ങനെ വലിയ ഒരു ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ വകുപ്പ്. നല്ലൊരു മന്ത്രിസഭ. 87-91-ലെ നായനാരുടെ സർക്കാർ ഏറ്റവും നല്ല ഒരു രീതിയിൽ ഭരണം കൊണ്ടുപോയി. അങ്ങനെ പറയുമ്പോൾ നമുക്ക് നായനാരെയും നല്ലൊരു മുഖ്യമന്ത്രി, നായനാര് നല്ല മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ അദ്ദേഹത്തെ എല്ലാവർക്കും വലിയ സ്നേഹമാണ്. വ്യക്തിപരമായിട്ട് ആളുകളുടെ ഏറ്റവും ജനങ്ങളുടെ സ്നേഹം കിട്ടിയ ഒരു മുഖ്യമന്ത്രി നായനാരാണ്. അതിനുശേഷം പിന്നെ ഉമ്മൻചാണ്ടിയാണ്. വേറെ രീതിയിലാണ് എങ്കിൽ പോലും നായനാർ വളരെ ജനപ്രിയനായ ഒരു നേതാവായിരുന്നു. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും, ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയ്ക്കും, ചീഫ് മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കും ജനങ്ങളിൽ നിന്ന് ഏറ്റവും സ്നേഹം നേടിയ ആൾ നായനാരാണ്. ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് അദ്ദേഹം എപ്പോഴും തോന്നുന്നു. ജനങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജനങ്ങൾ നമ്മുടെ ഒപ്പം ഉണ്ടെന്നാണ് പുള്ളി. നമുക്ക് എന്തിനാണ് എസ്കോർട്ട്? നമ്മുടെ എസ്കോർട്ട് എന്നൊക്കെ പറയും നാട്ടുകാരല്ലേ. എസ്കോർട്ടൊക്കെ ഓനല്ലേ, ഓനെന്ന് വെച്ചാൽ കരുണാകരൻ. അത് ഭയങ്കര സരസമായിട്ട് പറയും. ഇപ്പൊ ഈ കേരളത്തില് നമ്മളിപ്പം നല്ല മുഖ്യമന്ത്രി പറയുമ്പോൾ കേരളത്തിന് നഷ്ടപ്പെട്ടു പോയൊരു മുഖ്യമന്ത്രി ആരെങ്കിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും? കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ 2 മുഖ്യമന്ത്രിമാരുണ്ട്. ശരിക്കും മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന എന്നാൽ ആകാതെ പോയ ഒരാൾ ബേബി ജോൺ. അദ്ദേഹത്തിൻ്റെ അത്ര പ്രാഗൽഭ്യമുള്ള ഒരാൾ കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഏത് വകുപ്പിലും അസാമാന്യമായ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ആളാണ്. പക്ഷേ ഈ RSP എന്ന് പറഞ്ഞൊരു ചെറിയ പാർട്ടിയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരിക്കലും പരിഗണിക്കപ്പെട്ടില്ല. പക്ഷെ അതിപ്രഗത്ഭനായിരുന്നു. ഗൗരിയമ്മ വേറൊരാളെ അപ്പോൾ മുഖ്യമന്ത്രി ആയാൽ, പക്ഷേ ഈ ഘടകന്മാരെയൊക്കെ കൂട്ടി വെപ്പിച്ചുകൊണ്ടോ പറ്റുമോ, പാർട്ടിക്കാരെ തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള വേറെ ചോദ്യമാണ്. സ്റ്റിൽ അത്ര കപ്പാസിറ്റി ഉള്ള ആളെ. അതിനേക്കാളും കെ എം മാണി അഴിമതിക്കാരനായിരുന്നു, സംശയമൊന്നുമില്ല.
പിന്നെ മാണി ഗ്രൂപ്പ് പോലത്തെ ഒരു പാർട്ടിയെ കൊണ്ടുനടക്കണമെങ്കിൽ അഴിമതി വേണമല്ലോ. അഴിമതി ഇല്ലാതെ ഇന്നത്തെ പാർട്ടികൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. ബാലകൃഷ്ണപിള്ള സാർ എന്നോട് നേരിട്ട് പറഞ്ഞു, എൻ്റെ ജയശങ്കർ ഒരു പാർട്ടി കൊണ്ടുവരണമെങ്കിൽ രൂപ എത്ര വേണം? സത്യം, പുള്ളി ഇത് ഈ കാര്യം തുറന്നു പറയുന്നതാണ്. കാശ് എത്ര വേണം? 14 ജില്ലാ കമ്മിറ്റി ഉണ്ടാവട്ടെ, ഇതിനൊക്കെ ആഫീസുകൾ വേണ്ടേ? ഈ പാർട്ടിയാണെന്ന് പറഞ്ഞ അർണവന്മാർക്കൊക്കെ എന്തെങ്കിലും വട്ടച്ചെലവിന് കൊടുക്കട്ടെ, അതിനൊക്കെ കാശ് എവിടെ നിന്നാണ്? ശരിയല്ലേ? അത് വലിയ ചോദ്യമാണ്. മാണിയുടെ സ്ഥിതി ഇതൊക്കെ തന്നെയായിരുന്നു. നമ്മൾ മാണി അഴിമതിക്കാരെന്നൊക്കെ പറയുമ്പോഴും, പക്ഷെ മാണി അസാമാന്യനായ ഒരു ഭരണാധികാരിയാണ്. ഒന്നാന്തരം ഒരു പാർലമെൻറ്ററിയനായിരുന്നു. ഏത് കാര്യവും കൃത്യമായിട്ട് അപഗ്രഥിക്കാനും തീരുമാനങ്ങളെടുക്കാനും നടപ്പാക്കാനും കഴിവുള്ള ആളായിരുന്നു. ശരിക്കും ഉമ്മൻചാണ്ടിയേക്കാളും എ.കെ. ആന്റണിയേക്കാളൊക്കെ നേരത്തെ UDF നിന്ന് മുഖ്യമന്ത്രി ആകേണ്ടിരുന്നത് K.M. മാണിയാണ്. പക്ഷേ ഈ മാണി ഗ്രൂപ്പിലായതുകൊണ്ടും പിന്നെ പുള്ളി ഒരു സമുദായത്തിൻ്റെ മാത്രം നേതാവായിട്ട് കരുതപ്പെട്ടതുകൊണ്ടും ആ സ്ഥാനത്തേക്ക് എത്തിയില്ല. പിന്നെ അവസാനം ഇപ്പോൾ വലിയ അഴിമതിക്കാരെന്നുള്ള ചീത്തപ്പേര് കൂടി വന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഈ ബാറുകാർ 20 കോടി രൂപ പിരിച്ചു. 20 കോടിയിൽ 19 കോടിയും കോൺഗ്രസ്സുകാർക്ക് കൊടുത്തു. വെറും 1 കോടി രൂപയാണ് മാണി സാറിന് കിട്ടിയത്. അത് 3 ഗഡുവായിട്ടാണ് കൊടുത്തത്. 1 കോടി രൂപ 3 ഗഡുവായിട്ട് മേടിച്ച K.M. മാണി അഴിമതിക്കാരനും. ബാക്കി 19 കോടി മേടിച്ച് അമ്മാക്കിയ, ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല, അവരൊക്കെ യോഗ്യന്മാരുമായി അൾട്ടിമേറ്റ്ലി. കാരണം തെളിവില്ല. തെളിവാണല്ലോ പ്രധാനം. മാണിയെ ഞാൻ ഒരുപാട് എതിർത്തിട്ടെങ്കിലും ഈ സത്യം നമ്മൾ പറയാതിരിക്കാൻ നിർത്തില്ല. ഞാൻ അഴിമതി തന്നെയാണ്. അല്ല, 1 കോടിയുടെ അഴിമതി തന്നെയാണ്. അഴിമതി ഞാൻ പറയുന്നത്. പക്ഷെ അഴിമതിക്കാരനല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു വശം അതിനകത്തുണ്ട്. പക്ഷെ മാണിയുടെ അത്ര കഴിവുള്ള ഒരാൾ സമീപകാലത്ത് ഒരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല. ബേബി ജോണും മാണിയുമാണ്. അതുകൊണ്ടാണല്ലോ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആയത്. അത് മാത്രമല്ല, മാണി സാറിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു, ബാബു പോൾ നമ്മുടെ പഴയ ഡി ബാബു പോൾ ഉണ്ടല്ലോ, അഡീഷണൽ ചീഫ് സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ മാണി സാറിൻ്റെ മരണത്തോടു കൂടി കേരള കോൺഗ്രസ് ഇല്ലാതാവും. അതും സത്യം. പിന്നെ കേരള കോൺഗ്രസ്സുകളായല്ലോ, എത്ര 10 12 കേരള കോൺഗ്രസ് ഉണ്ട്. നമുക്ക് പലതിൻ്റെ പേരുമല്ലോ അറിയില്ല. സ്കറിയ തോമസിൻ്റെ പാർട്ടി പറയുന്നത് അതിപ്പോൾ ഇവിടെ ഉള്ള ഒരു അബ്കാരിയാണ് പാർട്ടി കാശ് കൊടുത്ത് മേടിച്ചത്. ഒരു പാർട്ടി ഒരാൾ കാശ് കൊടുത്ത് മേടിക്കുന്നത് എക്കാലം ചോദിക്കുക, കാശ് കൊടുത്ത് ഒരു പാർട്ടി മേടിച്ചു. എന്നിട്ട് വലിയ LDF പിണറായി വിജയൻ്റെ അപ്പുറത്ത് ലീഡർ ഷർട്ടൊക്കെ പോയി. അതൊരു ആളുണ്ട്, ഒരു ബാറുടെ ബസ്. ഈ കുറേ കാലമായിട്ട് രാഷ്ട്രീയം ഇങ്ങനെ വളരെ വളരെ ആഴത്തിൽ പരിശോധിക്കുന്നത്, ഞാൻ ഈ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ആളുകൾ പറയുന്ന പോലെയല്ല. ഇപ്പം പിണറായി വിജയനെതിരെ ഒരു ജനവികാരമുണ്ട് എന്നിപ്പോൾ എല്ലാവർക്കും പറയാം, അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറയാം, പിണറായി വിജയനെതിരെ ഒരു ജനവികാരം ഉണ്ട് 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 നമ്മൾ പലയിടത്തും പറയുന്നുണ്ട്. താങ്കൾ കുറച്ചും കൂടി ആഴത്തിൽ അതിനെ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ജനവികാരം ഉണ്ടോ? ഇപ്പൊ പറയുന്ന പോലെ എഫിഷ്യൻ്റ് ആയ കുറേ MLA-മാരുണ്ട് LDF. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയന് എതിരെ മാത്രമാണോ അങ്ങനെ ഒരു ജനവികാരം ഉണ്ടാവുന്നത്? അല്ല, ജനവികാരം പിണറായി വിജയനോട് ജനങ്ങൾക്ക് ഒരു കാലത്തും വലിയ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല പുള്ളി, സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിയുമല്ല. ഇപ്പം നായനാരോടുണ്ടായിരുന്ന പോലെ ഒരു സ്നേഹം, അത് അകളങ്കമായ സ്നേഹമാണ്. പുള്ളി രാഷ്ട്രീയമായിട്ട് എതിർപ്പുള്ളവരും നായനാർ എന്ന് പറഞ്ഞ വ്യക്തിയെ സ്നേഹിക്കും, പാർട്ടിക്കാരും സ്നേഹിക്കും, എതിർ ഗ്രൂപ്പുകാരും സ്നേഹിക്കും. എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്ന ഒരു നായനാർ അവിടെ ഉണ്ട്. അതുപോലെ അച്യുതാനന്ദൻ തന്നെ വേറൊരു രീതി, ഒരു അഴിമതിക്കെതിരായ കുരിശുദ്ധ പോരാളി എന്ന രീതി. അദ്ദേഹത്തെ വിലമതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, വിട്ടുവീഴ്ചയില്ലാത്ത നേതാവ്. A.K. ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അഴിമതി നടത്താത്തൊരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് വലിയ ഒരു ഹാലോ ഉണ്ട്. തലക്കേറ്റ് പ്രകാശവലയം, പ്രഭാവലയമുള്ള നേതാവാണ് ആന്റണി. ആന്റണി എത്ര കുറ്റം പറഞ്ഞാലും ആന്റണിക്ക് തുല്യമായിട്ട് ആന്റണി മാത്രം. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് വളരെ ജനകീയനായിട്ടുള്ളൊരു നേതാവ്. ആ രീതിയിലൊക്കെ സ്നേഹത്തിൻ്റെ ഒരു അംശം പുള്ളിയെ സംബന്ധിച്ച് അങ്ങനെ സ്നേഹിക്കപ്പെടുന്ന ഒരാളല്ല. അപ്പോൾ ആ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ളത് പുള്ളിയുടെ വേറൊരു തരത്തിലുള്ള ശക്തിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ആൾക്കാർ എതിർത്തിട്ടും ഇത്ര ആൾക്കാർ നിരന്തരമായിട്ട് പുള്ളിയെ കുറ്റപ്പെടുത്തിയിട്ട് പുള്ളി നിലയിലെത്തിയല്ലോ, അത് ചെറിയ സംഗതിയല്ല. അപ്പോൾ ആളുകളെ എതിർക്കുന്നു എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് പാർട്ടി സംവിധാനം വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. പണമുണ്ട്, പണ്ടത്തെ LDF അല്ല ഇപ്പോഴത്തെ LDF. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏക ഛത്രാധിപത്യം എല്ലാവരും അംഗീകരിച്ചു, ഘടകകക്ഷികൾ അംഗീകരിക്കുന്നു. പാർട്ടിയിൽ വേറൊരാളിൽ എതിർക്കാനായിട്ട് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവാണ്. അൺക്രൗണ്ട് മൊണാർക്ക് എന്ന് പറയുന്നത് പുള്ളിയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരാൾക്ക് ഇത്രയും അധികാരം ഒരേ സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരു ശക്തി അദ്ദേഹത്തിനുണ്ട്. അത് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും ഉണ്ട്, അതില്ലാതെ പുള്ളിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുണ്ട്. പിന്നെ പാർട്ടി സംവിധാനമുണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ട് തിരിച്ചു വരാനാണ് പുള്ളി ശ്രമിക്കുന്നത്. ജനവികാരം എതിരായിട്ടുമുണ്ട്. അത് ഒരു കാലത്ത് പുള്ളിക്ക് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നില്ല. മറ്റവർക്ക് ചെയ്യാൻ പോലെ പേഴ്സണൽ അപ്പീലില്ല, മനസ്സിലായില്ലേ?
വ്യക്തിപരമായിട്ട് നമ്മുടെ വി എസ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും അങ്ങനെ ആളുകൾക്ക് കണ്ണേ കരളെ VS എന്നൊരു സ്ഥാനമാണ്. അതൊക്കെ ഉണ്ടായി വന്നതാണ്, അല്ലാണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല. അങ്ങനെ ഉണ്ടായി വന്നാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ? VSന്റെ ഒരിക്കലും VSന്റെ ഉണ്ടായി വന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വേറെ ആയിരുന്നല്ലോ. സാഹചര്യം വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. ഇപ്പൊ ഞാൻ ഈ ശൈലജ ടീച്ചറുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇനി ശൈലജ ടീച്ചർക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലൊക്കെ CPM പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? എവിടെയെങ്കിലും ഒരു പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പരിഗണിക്കാവുന്ന ഒരാളാണ്. ഈ ശൈലജ ടീച്ചർക്ക് ഉണ്ട് എന്ന ആളുകൾ വിചാരിക്കുന്ന പല കഴിവുകളും യഥാർത്ഥത്തിലുള്ളവയല്ല. സത്യം പറയാം, നമ്മളിപ്പോൾ ബേബി ജോണിനെ പറ്റി മാണി സാറിനെ പറ്റിയൊക്കെ പറഞ്ഞു, അതുപോലെ വലിയ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഒന്നുള്ള ആളല്ല ശൈലജ ടീച്ചർ. പിന്നെ അവർക്കൊരു ഗുണമുള്ളത്, ഇവരെ കണ്ടാൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറുടെ ഫേസ് ഉണ്ട്. സീരിയസ് ആയിട്ടുള്ള ടീച്ചർമാരുണ്ട്. ഈ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും തമ്മിൽ വ്യത്യാസം, മറ്റവർക്കൊരു സീരിയസ്നെസ് തോന്നില്ല. അവരൊരു ഓമനത്തുള്ള മുഖമാണ്, ഒരു സാധു സ്ത്രീ എന്നേ തോന്നുള്ളൂ. പിന്നെ ആളുകൾക്ക് ഇവരെ പരിഹസിക്കാനും വളരെ എളുപ്പമായിരുന്നു. ശ്രീമതി ടീച്ചർ സത്യത്തിൽ ഈ ആരോഗ്യ വകുപ്പിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തത് ശ്രീമതി ടീച്ചറാണ്. അറിയാമോ? ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടാക്കി, ഒരുപാട് സ്ഥാപനങ്ങൾ പുതുതായിട്ട് ആരംഭിച്ചു, പിന്നെ ബൈഫർക്കേഷൻ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട് പിന്നീട് ഉണ്ടായി. ഒരാൾ കാര്യം ചെയ്യുമ്പോഴല്ലോ റിസൾട്ട് ഉണ്ടാകും ഒരുപാട് കാലത്തിന് ശേഷം. പക്ഷെ ഒരുപാട് ആരോപണങ്ങൾ ആ കാലത്ത്, ആരോപണങ്ങൾ ഇവരെ കുറിച്ച് ആരോപണങ്ങളൊക്കെ കൂടുതൽ പരിഹാസമായി. അവർ ഇംഗ്ലീഷ് പറയുന്നു എന്നൊക്കെ ആളുകൾക്ക് പരിഹസിക്കാൻ വളരെ എളുപ്പമല്ലേ. അങ്ങനെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറി. പക്ഷെ ഇവർ ചെയ്തതിൻ്റെ റിസൾട്ടാണ് പിന്നീട് ഈ ശൈലജ ടീച്ചറുടെ കാലമായപ്പോഴത്തേക്കും അത് സിസ്റ്റമാറ്റിക്കായിട്ട് നടപ്പായി. ശിവകുമാറിൻ്റെ കാലത്ത് ഇത് കുറേയൊക്കെ കെട്ടഴിഞ്ഞു പോയി, കുത്തഴിഞ്ഞു പോയി. പക്ഷെ ഇവർ വന്നപ്പോൾ അതൊന്ന് ഓർഗനൈസ്ഡായി. പണ്ടുണ്ടാക്കിയ പക്ഷേ ശ്രീമതി ടീച്ചർ തുടങ്ങി വെച്ച കാര്യങ്ങൾ ശൈലജയുടെ സമയത്താണ് ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടിയത്. അപ്പോൾ ഗുണം കിട്ടുമ്പോൾ അത് ചെയ്യുന്ന ആളെല്ലാം ജനങ്ങളെ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ട്. പിന്നെ അവർ സീരിയസ് ആണ്. ഒരു മൊത്തം ബോഡി ലാംഗ്വേജും മുഖഭാവവും സംസാര രീതിയൊക്കെ സീരിയസ് ആണ്. അപ്പോൾ അവർ ഇവർ കൊള്ളാം, ഇവരൊരു ഗംഭീര ഭരണാധികാരി എന്നൊരു തോന്നലുണ്ടായി. സത്യത്തിൽ ഈ സുധാകരൻ്റെ പോലെയോ അല്ലെങ്കിൽ ഐസക്കിൻ്റെ പോലെയോ ഒന്നും കഴിവോ കപ്പാസിറ്റിയുള്ള ആളൊന്നുമല്ല ഈ ടീച്ചർ. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നല്ലൊരു സ്ഥാനാർത്ഥി. ഗൗരിയമ്മ കഴിഞ്ഞാൽ ശൈലജ ടീച്ചർ എന്നൊക്കെ പറയാൻ രസമാണ്. പക്ഷേ ഗൗരിയമ്മയും ശൈലജ ടീച്ചറും അതും ഇറങ്ങി. പക്ഷെ ഒരു ഘട്ടത്തിൽ കേരളം ശൈലജ ടീച്ചർ ഒരു മുഖ്യമന്ത്രിയായിട്ട് കാണാൻ ആളുകൾ താല്പര്യപ്പെട്ടു. അത് ശരിയാണ്. BS കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി ശൈലജ ടീച്ചറാണ്. അത് തീർച്ചയായിട്ടും ഞാനത് അവർ കുറച്ച് പറഞ്ഞല്ല. പക്ഷെ അവർക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റേ ടീച്ചറുടെ കാലത്ത് തുടങ്ങിയ സാധനങ്ങൾ ഇവരുടെ കാലത്താണ് ജനങ്ങളിൽ എത്തിയത്. അപ്പോൾ അവരതിൻ്റെ ഒരു മുൻപന്തിൽ നിൽക്കുകയും ചെയ്തു. ഇവരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊരു തോന്നൽ ആളുകളുടെ ഇടയിലുണ്ടായി. പിന്നെ അവരുടെ അഡ്വൈസേഴ്സും ഒക്കെ നല്ലതായിരുന്നു. എപ്പോഴും മന്ത്രിമാരെക്കാളിലും അവരെ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. അവരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പാലോളി മുഹമ്മദ് കുട്ടി 2 തവണ മന്ത്രി, 2 തവണയും നല്ല പേരാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് 2 തവണയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി നമ്മുടെ SM വിജയാനന്ദൻ. SM വിജയാനന്ദൻ വളരെ സെൽഫ്ലെസ് ആയിട്ടുള്ള, ഒട്ടും കറപ്റ്റ് അല്ലാത്ത ഒരു ഗാർഡിയൻ IAS ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരാൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറി ആയിട്ടിരിക്കും. അദ്ദേഹം എല്ലാ കാര്യങ്ങളും നോക്കി ആ ഫയൽ മേശപ്പുറത്ത് നോക്കി അതിൽ ഒപ്പിടുന്ന ജോലിയെ പാലോളിക്കുണ്ടായിരുന്നു. പക്ഷെ പാലോളിയും അത്ര നല്ല ബന്ധമല്ല. അങ്ങനെ പാലോളി മുഹമ്മദ് കുട്ടിയാക്കിയത് വിജയാനന്ദാണ്. അല്ലെങ്കിൽ പാർട്ടി കൊടുക്കുന്ന സെക്രട്ടറി ഉണ്ടല്ലോ, അത് നല്ല ആണെങ്കിലും മതി, കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കും. ഇതില്ലെങ്കിലാണ് സംഗതി കൈവിട്ടു പോകുന്നത്. ഈ CPM-ലെ യുവനിര എത്രത്തോളം ശക്തമാണെന്ന് തോന്നുന്നു. CPM-ൽ നല്ല യുവ നേതാക്കൾ അധികം ഉള്ളത്. പക്ഷെ അവർ പലരും ഈ പറഞ്ഞ പോലെ ഇരിക്കണക്ക് മുമ്പ് കാല് കെട്ടുന്നവരും ഇരിക്കുന്ന കസേര തലക്ക് വീതം കയറി ഇരിക്കുന്നവരും ആയിപ്പോയി. പറഞ്ഞു മനസ്സിലായി. അതാണ് ഒരു ഓവർ കോൺഫിഡൻസ് മാത്രമല്ല, ഒരുതരം ധാർഷ്ട്യം. സ്വരാജിനെ പറ്റി നമ്മൾ പറയും. പിണറായി വിജയൻ 60 വയസ്സിൽ ഉണ്ടാക്കിയെടുത്ത ഒരു താൻപോരിമയും ധാർഷ്ട്യവുമാണ് സ്വരാജ് 30 വയസ്സിൽ ഉണ്ടാക്കിയത്. പിണറായി അനുകരിക്കുവാണെന്ന് തോന്നുന്നുണ്ടോ? പിണറായി അനുകരിക്കുന്നതല്ല, പിണറായി ഇദ്ദേഹത്തെ അനുകരിക്കാൻ തന്നെ ഇരിക്കുന്നത്. സംശയം കേട്ടോ, ഉറപ്പില്ല. അല്ല, പിന്നെ സ്വരാജ് എന്ത് ചെയ്താലും മനസ്സിലാക്കാം, അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട്, കാര്യവിവരമുണ്ട്. അതില്ലാത്തവർ ചെയ്യുമ്പോഴാണ്. സ്വരാജിന് പോരായ്മകളുള്ളപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റേ ധാർഷ്ട്യം ഉള്ളപ്പോൾ പോലും സ്വരാജിന് താൻപോരിമയുണ്ട്, കാര്യവിവരമുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു അഹങ്കാരം അല്ലെങ്കിൽ എന്ന് പറയാം, ആത്മവിശ്വാസം കൂടുതൽ എന്ന് വിചാരിക്കാം. പക്ഷെ ഇത് ഒന്നുമില്ലാത്ത ആൾക്കാർ ഈ തേക്ക് വീട്ടി മുതലായ മരങ്ങൾ വലുതാവുന്ന കണ്ടിട്ട് ഈ നമ്മുടെ ശിവക്കൊന്ന അല്ലെങ്കിൽ പൊങ്കല്യം മട്ടി ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട്.
അവർക്കും തോന്നുകയാണ് ഞാനാണ് കാട്ടിലെ വനത്തിലെ വനവൃക്ഷങ്ങളുടെ രാജാവെന്ന് തോന്നുമ്പോഴാണ് സംഗതി പ്രശ്നമാണ്. മനസ്സിലായി. സ്വരാജ് മറ്റേ നേതാക്കന്മാരെ തമ്മിൽ ഗുണപരമായ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഈ പിണറായി പോലീസ് സംഘി പോലീസ് ആണെന്നുള്ളൊരു ഒരു സംസാരമുണ്ട്. അത് എത്രത്തോളം അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കില്ല. പോലീസ് ഏത് കാലത്തും പോലീസാണ്, അത് ഒരിക്കലും ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഒരു പ്രചരണം ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ സംഗതി സത്യമല്ല. പോലീസ് ഏത് കാലത്തും പോലീസാണ്. പോലീസ് ഭരണത്തിൽ ഒരുപാട് പരാധീനതകളുണ്ട്, പോരായ്മകളുണ്ടെന്നുള്ളത് സത്യമാണ്. ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് ഒരുപാട് പരാധീനതകളും കൊള്ളരായ്മകളും ഉണ്ടായിരുന്നു. അഴിമതി ഭയങ്കരമായിരുന്നു, വർഗീയത അതിഭയങ്കരമായിരുന്നു, കെടുകാര്യസ്ഥത നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ആ സർക്കാരിൻ്റെ ഒരു വലിയ മേന്മ എന്ന് വെച്ചാൽ ഈ ക്രമസമാധാന പരിപാലനം പക്കയായിരുന്നു. കേരളത്തിലെ ഏറ്റവും കുറവ് പോലീസ് അതിക്രമങ്ങളുണ്ടായത് ആ സമയത്താണ്. പോലീസ് എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിച്ച ഒരു സമയം. പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി, പിന്നീട് രമേശ് ചെന്നിത്തല വന്നു. ആ 4 കൊല്ലം. കാരണം എന്താ വെച്ചാൽ ഭരിക്കാനായിട്ട് കൃത്യമായിട്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഇതിന് മാത്രം ആഭ്യന്തര വകുപ്പെന്ന് വെച്ചാൽ ചെറിയ സംഗതിയല്ല. ആഭ്യന്തര വകുപ്പിന് സ്വന്തമായിട്ടൊരു മന്ത്രി വേണം, 24 മണിക്കൂറും അത് ശ്രദ്ധിക്കുന്ന മന്ത്രി വേണം. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പത്രാസ് കാണിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കണം എന്ന ഒരു തെറ്റായ ധാരണ അത് എന്നുണ്ടായോ അന്നാണ് ഈ പോലീസ് ഭരണം താളം തെറ്റിയത്. അതൊരു വലിയ ഘടകമാണ്. അപ്പോൾ നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഒരാൾ ആ സ്ഥലത്ത് വരും. പിന്നെ തിരുവഞ്ചൂർ ചെയ്തതെന്ന് വെച്ചാൽ പോലീസുകാരെ പുറമേ കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ ഉള്ള പോലീസുകാരെ വെച്ചാലും ചെയ്യാൻ പറ്റുള്ളൂ, IPS ആണെങ്കിലും KPS ആണെങ്കിലും. അപ്പോൾ പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇരിക്കുന്ന ആൾ പോലീസ് മേധാവി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് DG, അതിൽ ഓരോ സീറ്റിലുണ്ടല്ലോ. അതിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാരെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൽ വന്നു. SP-മാരെ വയ്ക്കുമ്പോഴും കമ്മീഷണർമാരെ വയ്ക്കുമ്പോഴും അത് രീതിയിൽ ചെയ്യും. കീ പോസ്റ്റുകൾ അഴിമതിക്കാരായ ആളുകളെ പിരിച്ചുവിടാനൊന്നും പറ്റില്ല. അവരെ ട്രാഫിക്കിലോ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലൊക്കെ എടുത്തു. അങ്ങനെ ചെയ്താൽ സംഗതി വലിയ കുഴപ്പമില്ലാതെ പോകും. കൃത്യമായിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസ് വേണം, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്, അല്ലെങ്കിൽ ഒരു സർവൈലൻസ് വേണം. അതല്ലെങ്കിൽ പോലീസുകാർ അമിതാധികാരം ചെയ്തു. AK ആൻ്റണിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ പോലീസിനുള്ള കംപ്ലീറ്റ് അധികാരം പോലീസുകാർക്ക് കൊടുത്തു. അപ്പോൾ പോലീസുകാർ ചെന്ന എല്ലാ തോന്നിവാസനും ഉത്തരവാദിത്വം പുള്ളിക്ക് വന്നു. കാതറിട്ടവന് ശേഷം ചെന്ന 2 ഇടി കൂടുതൽ കിട്ടുന്ന അവസ്ഥ വന്നു. തീരെ ഇൻ്റർഫിയർ ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ പറ്റിയതെന്ന് വെച്ചാൽ ഏറ്റവും അപ്രാപ്തരായ ആളുകളെ പോലീസ് മേധാവിയായിട്ട് ഉപമേധാവിയായിട്ടൊക്കെ വയ്ക്കും. അപ്പോൾ തീരെ ഇൻഎഫിഷ്യൻ്റായി, മനുഷ്യന് ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥയുണ്ടായി. അതാണ് കേരളത്തിലെ പോലീസ് ഭരണത്തിന് യഥാർത്ഥ തകരാറ്. ഇതാണ് സംഘി പോലീസാണെന്നുള്ളൊരു നറേറ്റീവ് സമീപകാലത്തായിട്ട് പ്രത്യേകിച്ച് PV അൻവർ ആണത് സീരിയസ് ആയിട്ട് കൊടുക്കുന്നത്. അതിന് മുമ്പ് പലരും പറഞ്ഞിരുന്നു, പക്ഷേ അതൊന്നും ചിലവായില്ല, വിലപ്പോയില്ല. പക്ഷേ ആ ഒരു നറേറ്റീവ് ഭയങ്കരമായിട്ട് ചിലവായി എന്നുള്ളത് സത്യമാണ്. അത് ഈ കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയ്ക്ക് സർക്കാരിന് സംഭവിച്ച ഒരു പൊളിറ്റിക്കലായിട്ട് വലിയൊരു ഡാമേജ് ഇതാണ്. എസ്പെഷ്യലി അമംഗ് ദി മെമ്പേഴ്സ് ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി. മുസ്ലിങ്ങൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും വിചാരിക്കുന്നത് പോലീസ് ഭരണം കംപ്ലീറ്റ് RSSൻ്റെ കയ്യിലാണ്. പിണറായി വിജയൻ്റെ അവരുടെ ഒരു ഏജൻറ്റാണ്. സത്യം പറഞ്ഞ് ഈ RSS മാർക്സിസ്റ്റ് സംഘടന തുടങ്ങി വെച്ച ആളാണ് പിണറായി വിജയൻ. ഏത് തലശ്ശേരിയിൽ, ഇപ്പോഴൊന്നുമല്ല, 67-69 കാലത്ത്. അപ്പോൾ അദ്ദേഹം അതിന് വശംബദനാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ സംഗതി ഇൻഎഫക്റ്റീവാണ്, ഇൻഎഫിഷ്യൻ്റാണ്, ടോട്ടലി റോട്ടറാണെന്നുള്ള സത്യം. ഏത് പോലീസ് അത് ഇതുകൊണ്ടല്ല, അത് വേറെ ഇത് വേറെ. ഈ മന്ത്രിസഭയിലെ ഏറ്റവും മോശം വകുപ്പ് ആഭ്യന്തര വകുപ്പാണെന്ന് പറയാൻ അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വകുപ്പുള്ളൂ ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ മന്ത്രിസഭയ്ക്കാണ്. അത് റവന്യൂ വകുപ്പിലോ വനംവകുപ്പിലോ ഒന്നും അങ്ങനെ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അപ്പോൾ ജനങ്ങളുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്യണത്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് എത്ര നന്നായാലും അതിന് ആർക്കും ഒരു ക്രെഡിറ്റ് കിട്ടുകയില്ല. ആ രീതിയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എത്ര വെടിവെപ്പുണ്ടായി, ഈ സർക്കാരിൻ്റെ കാലത്ത് എന്ത് കണക്കൂട്ടുന്നവർക്കല്ലേ ഉള്ളൂ. സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമല്ലോ. സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ ആരും മറ്റേ രീതി നോക്കില്ല. ഭരണം നന്നായി എന്ന് പറയില്ല, ഭരണം മോശമായി പെട്ടെന്ന് പറയുകയും ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ UDFൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു വലിയൊരു ടവറിങ് പേഴ്സണാലിറ്റീസ് എന്ന് പറയാൻ നമുക്ക് അധികം ആളുകളില്ല. അങ്ങനെ എടുത്തു പറയാൻ ഒരാളില്ല ഉമ്മൻചാണ്ടിക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ടവറിങ് പേഴ്സണാലിറ്റി. ഇപ്പോൾ K. സുധാകരൻ ഉണ്ട്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുണ്ട്, അല്ലെങ്കിൽ VD സതീശനുണ്ട്. ഈ 3 പേരിൽ കറങ്ങി തിരിഞ്ഞാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് നമുക്ക് പറയാൻ പറ്റും UDF അധികാരത്തിൽ വന്നാലേ? അതൊരു വലിയ എന്നാലാണ് എങ്കിൽ പോലും ഇവർ രണ്ടുപേരും K. സുധാകരൻ ഏതാണ്ട് പിക്ചറിൽ നിന്ന് പോയി. കാരണം അദ്ദേഹത്തിന് പ്രായാധിക്യവും ഓർമ്മക്കുറവും ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പിക്ചറിലില്ല. പിന്നെ 3 പേരെന്ന് പറയുന്നത് ഒന്ന് KC വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് വരിക എന്നുള്ളൊരു സാധ്യതയാണ്. താരതമ്യേന സാധ്യത കുറവാണ്.
പിന്നെ ഈ രണ്ടുപേരിലേക്കാണ് വരുന്നത് രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ. ചെന്നിത്തലയ്ക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ട് ദാൻ സതീശൻ. അതിൽ 29-30 വയസ്സിൽ മന്ത്രിയായ ആളാണ്. ഒരുപാട് കൊല്ലത്തെ കേന്ദ്രത്തിലും കേരളത്തിലും സംഘടനാ രംഗത്ത്, പാർലമെൻ്ററി രംഗത്ത്, ആഭ്യന്തരമന്ത്രിയായിട്ടും KPCC പ്രസിഡൻ്റായിട്ടും എല്ലാ തരത്തിലും ഇരുന്നിട്ടുള്ള ആളാണ്. പുള്ളിയുടെ കൂടെ വന്ന ആൾക്കാരാണ് മമതാ ബാനർജിയെ പറ്റുമൊക്കെ മറ്റ് സംസ്ഥാനങ്ങൾ. അപ്പോൾ എക്സ്പീരിയൻസ് വൈസ് ചെന്നിത്തലയാണ്. ഘടകകക്ഷികൾക്കും കുറച്ചുകൂടി സ്വീകാര്യം ചെന്നിത്തലയായിരിക്കും. കാരണം അദ്ദേഹം വഴിപ്പെടുന്ന ആളാണ്, വഴങ്ങുന്ന ആളാണ്. ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ നിവർത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ആളാണ്. ഉമ്മൻചാണ്ടിയുടെ അത്ര ഇല്ലെങ്കിലും ആ ഒരു ചാതുര്യമുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇതിൻ്റെ ഒരു എന്താണ് കടിഞ്ഞാൺ പിടിച്ചിട്ടുള്ളത് സതീശനാണ്. മാത്രമല്ല ഈ സമീപകാലത്തൊക്കെ എല്ലാ പ്രതിബന്ധങ്ങളെയും, സാധാരണയിൽ പ്രതിബന്ധം എന്ന് തോന്നുന്ന വിഷയങ്ങളിൽ പോലും പുള്ളി ശക്തമായിട്ട് കരുതിക്കൂട്ടി ആദ്യം തന്നെ തീരുമാനം എടുക്കുകയും വളരെ ശക്തമായിട്ട് നടപ്പാക്കുകയും ചെയ്തു. ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. സാധാരണയിൽ കോൺഗ്രസിൽ നടക്കുന്ന കാര്യമല്ലോ. നോമിനേഷൻ പിൻവലിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ ലാസ്റ്റ് അവറിലൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥി ഉണ്ടാവുന്ന ഹൈക്കമാൻഡിൽ അറിയിക്കുക. ഇതങ്ങനെയല്ല. എറണാകുളത്ത് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല, ഒരുപാട് പേര് തയ്യാറായിട്ട് കഴുത്ത് നീട്ടി നിൽക്കരുത്. പക്ഷേ ഉമാ തോമസ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പുള്ളി തീരുമാനിക്കുകയും പുള്ളി അത് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും പ്രഖ്യാപിക്കുകയും പുള്ളി ഇവിടെ ക്യാമ്പ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി അവർ വിജയിപ്പിക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരു അപ്പർ ഹാൻഡ് മറ്റുള്ളവരെ ആലോചിക്കുമ്പോഴത്തേക്കും പുള്ളി നടപ്പായി കഴിയും. അത് തന്നെയാണ് പാലക്കാട്ടും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പുള്ളിയുടെ ഒരു മുൻകൈ വളരെ ശക്തമായിരുന്നു. പക്ഷേ അപ്പോഴും ഒക്കെ ചെന്നിത്തല ഏതാണ്ട് തുല്യ നിലയിൽ തന്നെ ഇതുപോലെ അല്ലെങ്കിലും അപ്പുറത്തുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് പുള്ളിക്ക് ഒരു വലിയ അപ്പർ ഹാൻഡ് കിട്ടിയത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണ്. സത്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വളരെ ഇൻകോൺസിക്വൻഷ്യലാണ്. നിലമ്പൂരിൽ ആര് കഴിച്ചാലും കേരള രാഷ്ട്രീയത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സ്വരാജ് കഴിച്ചതെങ്കിൽ പോലും ഉണ്ടാവില്ല. പക്ഷേ അത് ഒറ്റക്കൊരാൾക്ക് പ്രധാനമായിരുന്നു, അത് സതീശനാണ്. ആര്യാടൻ ഷൗക്കത്തിന് പോലും 2 വിധത്തിൽ. ഒന്നാമത് UDFൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുക എന്നുള്ള, അല്ല LDFൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള, അതിനേക്കാളും ഉപരി, അതിലും വലിയ കാര്യമൊന്നുമില്ല, അതൊരു കോൺഗ്രസ് സീറ്റാണ്, UDF സീറ്റാണ്. അതിനേക്കാളും ഉപരി പൊതുവേ ലീഗിനും കോൺഗ്രസ്സുകാർക്കും താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്തിനേക്കാളും ജനസമ്മതനായ പെട്ടെന്ന് ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ജോയിയായിരുന്നു, VS ജോയി. പക്ഷേ VS ജോയിയേക്കാളും ജനസ്വീകാര്യത കുറഞ്ഞ, ലീഗുകാർക്ക് ഇഷ്ടമല്ലാത്ത, മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് തീരെ കണ്ടുകൂടാത്ത മതേതരവാദിയായ ആര്യാടൻ ഷൗക്കത്തിന് ഫീൽഡ് ചെയ്യും. അപ്പോൾ ഇയാൾ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പുറത്തേക്ക് വന്നു. മറ്റാണെങ്കിൽ ആ പ്രശ്നമില്ല. ഇപ്പോൾ ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കുന്ന പോലെ ഉള്ളൂ VS ജോയി സ്ഥാനാർത്ഥിയായിട്ട്. മാത്രമല്ല അതുകൊണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ PV അൻവറിനെതിരെ വളരെ പ്രബലനായ, അല്ല വളരെ ശക്തനായ ഒരു പിന്തുണക്കാരനെ എതിരാളിയാക്കി, ശത്രുവാക്കി. അപ്പോൾ യഥാർത്ഥ മത്സരം അൻവറും സതീശനും തമ്മിലാണ്. സതീശനുമായിട്ട് മാറി. അതിൽ ഷൗക്കത്തിനെ ജയിപ്പിച്ചു എന്നിടത്താണ്. അപ്പോൾ പുള്ളിക്ക് പൊളിറ്റിക്കലായിട്ട് വലിയ മൈലേജ് പോകും. അതാണ് പുള്ളിയുടെ ഒരു മുന്നേറ്റം ശരിക്കുള്ള. അതുവരെയുള്ള അതിൽ നിന്നുള്ളൊരു കുതിച്ചുകയറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഈ നിലമ്പൂരിൽ ഒരേ സമയത്ത് LDFനെയും അൻവറിനെയും എതിർഭാഗത്ത് നിർത്തിയിട്ട് അൻവർ ഏതാണ്ട് 20,000 വോട്ട് പിടിച്ചിട്ട് പോലും ഷൗക്കത്തിൻ്റെ ജയം ഉറപ്പാക്കി നല്ല ഭൂരിപക്ഷത്തിൽ, മാന്യമായ 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു എന്നുള്ളിടത്താണ്. അപ്പോൾ ആ രീതിയിൽ പുള്ളിക്ക് ഒരു വലിയ അപ്പർ ഹാൻഡ് കിട്ടി. പ്രചാരണ രംഗത്തും സജീവമായിട്ട് എല്ലാ രംഗത്തും അവർ വളരെ ശക്തമായിട്ടുണ്ട്. പിന്നെ ഉപതെരഞ്ഞെടുപ്പ് അല്ല, പൊതുതെരഞ്ഞെടുപ്പ് അത് വേറൊരു സാധനമാണ്. അതൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉണ്ടായതിന് ശേഷം പുള്ളി കുറച്ച് ഒരു 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 അൺഈവൻ സർഫസിലാണ് നിൽക്കുന്നത്. കാരണം ഇതുവരെ പുള്ളിയുടെ കൂടെ നിന്നിരുന്ന ആളുകൾ പുള്ളിക്ക് ഇപ്പോൾ വിരോധികളായിട്ട് മാറി.